നമസ്കാരം. 2024 കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സ്വാഭാവികമായും എല്ലാവരും ഒരു തിരിഞ്ഞുനോട്ടം നടത്തും, സ്വന്തം ജീവിതത്തിലും മറ്റുമായി. അതുപോലെ ഈ 2024 രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ BJP-യുടെ ഒരു തിരിഞ്ഞുനോട്ടം അല്ലെങ്കിൽ നേട്ടങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. BJP മുന്നണി മൂന്നാമതും തുടർച്ചയായി രാജ്യത്ത് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പരിശ്രമം ബലം കണ്ടു. അയോധ്യയിൽ വീണ്ടും രാമക്ഷേത്രം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ ബോംബെ അടങ്ങുന്ന മഹാരാഷ്ട്രയിൽ BJP ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടി അധികാരത്തിൽ തിരിച്ചെത്തി. ഹരിയാനയിൽ എതിരാളികളെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് BJP അധികാരത്തിൽ തിരിച്ചെത്തിയ വർഷമായിരുന്നു. ആർട്ടിക്കിൾ 370 അവസാനിച്ചതിന് ശേഷം നടന്ന ആദ്യ ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ എല്ലാം BJP വൻ വിജയം നേടുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ എന്ന കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊതുജന വഞ്ചകൻ രാജിവെച്ച് ജയിലിലായി. 7% GDP വളർച്ചയോടെ ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിയ വർഷമാണ് 2024. കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ താമര വിരിഞ്ഞു. വാഗ്ദാനം പോലെ കേന്ദ്ര മന്ത്രിയുമായി. BJP പ്രവർത്തകർക്ക് മാത്രം അറിയാമായിരുന്നു ജോർജ് കുര്യൻ എന്ന നേതാവ് അർഹിച്ച പദവിയിലെത്തിയ വർഷമാണ് 2024. ആറ്റിങ്ങൽ, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ ലോക്സഭാ പ്രകടനം വളരെ മികച്ചതാക്കി. ഒഡീഷ എന്ന സംസ്ഥാനം 4 പതിറ്റാണ്ട് നീണ്ട BJD ഭരണത്തിൽ നിന്ന് BJP-യിലേക്ക് വന്നു. ഗുജറാത്ത്, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ പാർട്ടിയോടുള്ള കൂറ് അചഞ്ചലമായി നിലനിർത്തിയ വർഷമാണ് 2024. നഷ്ടപ്പെട്ട ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ രാജ്യമെമ്പാടും നടന്നു. ഈ കൊല്ലം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അന്ധമായ ഹിന്ദു വിരോധം, ന്യൂനപക്ഷ മതഭ്രാന്ത് എന്നിവ കോൺഗ്രസ് പരസ്യമായി താലോലിക്കുന്നത് കുറഞ്ഞു വന്ന വർഷമാണ് 2024. വോട്ട് ജിഹാദ് എന്ന ശ്രമം, ഏക് ഹേ തോ സേഫ് ഹേ എന്ന പ്രചരണം വഴി മഹാരാഷ്ട്രയിൽ BJP പരാജയപ്പെടുത്തിയ കൊല്ലം. വഖഫ് എന്ന ഇന്ത്യ പാകിസ്ഥാൻ ആക്കുന്ന പണി സകല രീതിയിലും നേരിടാൻ തുടങ്ങി. മുനമ്പം വഴി മലയാളികളുടെയും കണ്ണു തുറപ്പിച്ച കൊല്ലമാണിത്. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം എതിർക്കപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. റോഹിംഗ്യകളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ കോൺഗ്രസ് മടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നിയമ സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ന്യൂനപക്ഷ മേഖലകൾ, കലാപം നടത്താൻ അവകാശമുള്ള ന്യൂനപക്ഷങ്ങൾ എന്നീ കോൺഗ്രസ് അനുവദിച്ച അവകാശങ്ങൾ BJP സർക്കാരുകൾ എടുത്ത് ദൂരെ എറിഞ്ഞിരിക്കുകയാണ്. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിക്കുന്ന പണിക്ക് മറുമരുന്നായി ബുൾഡോസർ നീതി കൊണ്ടുവന്ന വർഷമാണിത്. സ്ത്രീകളെ കടത്തൽ, ഭീകരവാദ പരിശീലനം എന്നിവ നടത്തിയിരുന്ന സ്ഥലങ്ങൾ രാജ്യവ്യാപകമായി പൂട്ടപ്പെട്ടു. കേരളത്തിലെ സത്യസരണി മുതൽ പാലായിലെ സെന്റർ വരെയുള്ള സകല താലിബാൻ കേന്ദ്രങ്ങളും താഴിട്ട് പൂട്ടി. ജിഹാദികൾ സകല മാളങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ടു. ജോസഫ് മാഷ് കേസിന്റെ പ്രതിയൊക്കെ അകത്തായ കൊല്ലമാണിത്. പലസ്തീൻകാർ പച്ചവെള്ളം ചവച്ചു തിന്ന ഇസ്ലാമിസ്റ്റ് ഗാംഗ്രസ് തന്ത്രം ഇന്ത്യ മുഴുവൻ പാളി. കേരളത്തിൽ പോലും അത് ഇസ്ലാമിസ്റ്റ് ഷോയെ ചുരുങ്ങിയ കാലമാണ്. സിനിമ മുതൽ രാഷ്ട്രീയം വരെയും കായികം മുതൽ സാംസ്കാരികം വരെ ആളുകൾ കോൺഗ്രസ് നടപ്പിലാക്കിയ ഹിന്ദു അപകർഷതാബോധം തകർത്ത് പുറത്തിറങ്ങി പറയുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിലും ഒരുപാട് വിട്ടുപോയിട്ടുണ്ടെങ്കിലും BJP കുതിച്ചുയർന്ന ഒരു വർഷം തന്നെയായിരുന്നു ഇത്. ഇനി മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിപ്പിക്കുന്ന ഒരു വർഷം തന്നെയായിരുന്നു 2024.